അനശ്വരയുടെ കൂടെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? അഭിഷാനായിട്ട് ഓൾറെഡി ഒരു കണക്ഷൻ ഉണ്ടല്ലോ. പക്ഷെ അനശ്വര ഞാൻ അന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അനശ്വര ഉണ്ടായിരുന്നു, അനശ്വരയുടെ അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു സീൻ ചെയ്തപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഹായ് എന്ന് പറഞ്ഞു, അത്രേ പറഞ്ഞുള്ളൂ. പിന്നെ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് സംസാരിച്ചത്. അപ്പോൾ ഞാൻ അപ്പോഴാണ് അറിയുന്നത് അനശ്വര ഈസ് ഓൾസോ ഫ്രം കണ്ണൂർ. അമ്മ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, അനശ്വരയുടെ അമ്മ പറഞ്ഞു ഇതുപോലെ സിദ്ധാർത്ഥ മോൻ നല്ലപോലെ ചെയ്തോട്ടോ, ആ സീൻ നല്ല രസമുണ്ട് കാണാൻ, ഒരു വില്ലൻ ലുക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. പക്ഷേ ഇതിൽ ഞാൻ നെഗറ്റീവ് ഷെയ്ഡല്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടുണ്ട്, ടീച്ചർ എന്നൊരു പടത്തിൽ ഞാൻ നെഗറ്റീവ് ഷെയ്ഡാണ് ചെയ്തിട്ടുള്ളത്. കണ്ണ് ഭയങ്കര പവർഫുള്ളാണ്, അപ്പോൾ സിദ്ധാർത്ഥ അത് നല്ലപോലെ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോഴാണ് വീണ്ടും അനശ്വര അടുത്ത് പറഞ്ഞത് ഇതുപോലെ സിദ്ധാർത്ഥ് കണ്ണൂരാണ്, നമ്മുടെ നാട്ടുകാരനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് അനശ്വര വാസ് ലൈക്ക് വെരി ഫ്രണ്ട്ലി ആണ്. അപ്പം എനിക്ക് ഐ വോണ്ടഡ് എ പിക്ചർ വിത്ത് അനശ്വര ആൻഡ് അഭിഷാൻ. അപ്പോൾ അഭിഷാൻ പുള്ളിക്കാരൻ ഇപ്പുറത്ത് നിന്ന് വേറെ ആരായിട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അനശ്വര ചോദിച്ചു ക്യാൻ വി ടേക്ക് എ പിക്ചർ? എന്താ എടുക്കാമല്ലോ. ഫോട്ടോ എടുക്കുമ്പോൾ സൈഡിൽ അഭിഷാൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആക്ച്വലി ഐ വാണ്ടഡ് ടു ടേക്ക് എ പിക്ചർ വിത്ത് ബോത്ത് ഓഫ് ദം ടുഗെദർ. പക്ഷെ എനിക്ക് അപ്പുറത്ത് പുള്ളിക്കാരൻ ബിസി ആയിരുന്നുകൊണ്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ല, വേണമെങ്കിൽ സെപ്പറേറ്റ് പോയി എടുക്കാന്നുള്ളത് വിട്ടു. പുള്ളിക്കാരൻ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങൾ ഫോട്ടോ എടുത്ത് കണ്ടിട്ട് അഭിഷാൻ വന്നിട്ട് ഇങ്ങനെ ആ ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴായിരുന്നു ഞങ്ങളൊരു 3 ഫോട്ടോ എടുത്തായിരുന്നു മാറി മാറി. അനശ്വരയുടെ റിയാക്ഷൻ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അഭിഷാൻ വരുന്നത് കണ്ട് ഒറ്റയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല അവൻ, അങ്ങനെ ഒരു ഇതിൽ നല്ല രസം ഉണ്ടായിരുന്നു.